ധർമ്മടത്ത് കണക്കുകൂട്ടലുകൾ പിഴച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ. പിണറായി വിജയൻ പിന്നിലായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കണക്ക് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ കദളിപ്പഴം പാൽ വഴിപാട് നടത്തിയിരുന്നു. ആലപ്പുഴ വെട്ടിക്കോട് അമ്പലത്തിൽ കദളിപ്പഴം പാൽ വഴിപാട് കഴിപ്പിച്ചിരിക്കുകയാണ് ഒരു ആരാധകൻ. ചോതി നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ മറ്റൊരാളും വിഷ്ണു പൂജ വഴിപാട് നടത്തി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പള്ളിക്കുന്ന് കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് വഴിപാട് നടത്തിയത്. പള്ളിക്കുന്നിലെ ക്ഷേത്രവുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു ഭക്തനാണ് വഴിപാട് നടത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ ചോതി നക്ഷത്രം എന്ന പേരിലാണ് വഴിപാട് ചീട്ടാക്കിയിരിക്കുന്നത്. 250 രൂപയാണ് വഴിപാട് തുക. ഞായറാഴ്ച വഴിപാട് ചീട്ടാക്കിയെങ്കിലും വോട്ടെണ്ണൽ ദിവസമായ തിങ്കളാഴ്ചയാണ് പൂജ നടത്തിയത്. അതേസമയം കേരളത്തിൽ ജനവിധി പുറത്തുവരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ വോട്ടെണ്ണൽ ദിനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണൂരിലെ വീടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലേക്ക് മടങ്ങിയത്. കണ്ണൂരിലെ വസതിയിൽ വെച്ചാണ് മുഖ്യമന്ത്രി ഫലം അറിയുക. എന്തായാലും UDF ആണ് ഇപ്പോൾ നിലവിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം മന്ത്രി MP രാജേഷും വീണ ജോർജും പിന്നിലാണ്. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നിലാണ്. പാലായിൽ ജോസ് കെ മാണി പിന്നിലാണ്. പയ്യന്നൂരിൽ TI മധുസൂദനനാണ് മുന്നിൽ നിൽക്കുന്നത്. പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ലീഡ് ചെയ്യുന്നുണ്ട്. നേമത്ത് രാജീവ് ചന്ദ്രശേഖറാണ് മുന്നിൽ. 3 മുന്നണികൾക്കും മണ്ഡലത്തിൽ ലീഡ് മാറിമറിയുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. തളിപ്പറമ്പിൽ PK ശ്യാമള മുന്നിലെത്തി. കോട്ടയത്തും മലപ്പുറത്തും UDFന് അനുകൂല തരംഗമാണ് ഉണ്ടാകുന്നത്. അതേസമയം ആലപ്പുഴയിൽ പിണറായി വിജയന് വേണ്ടി വഴിപാട് നടത്തി അനുകൂലി. വെട്ടിക്കോട് നാഗരാജ സ്വാമി ക്ഷേത്രത്തിലാണ് വഴിപാട് നടത്തിയത്. കദളിപ്പഴം പാലാണ് വഴിപാടായി നേർന്നത്. അതേസമയം കേരളത്തിൽ ജനവിധി പുറത്തുവരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ വോട്ടെണ്ണൽ ദിനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണൂരിലെ വീടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലേക്ക് മടങ്ങിയത്. കണ്ണൂരിലെ വസതിയിൽ വെച്ചാണ് മുഖ്യമന്ത്രി ഫലം അറിയുക. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിന്റെ വിധിയെഴുത്ത് അറിയാൻ കാത്തിരുന്ന് മുന്നണി നേതാക്കൾ. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം തിരുവനന്തപുരത്ത് തന്നെ തങ്ങുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം തന്നെ കണ്ണൂരിലേക്ക് മടങ്ങി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലാണുള്ളത്. അദ്ദേഹം മത്സരിച്ച പറവൂരിലേക്ക് പോകുന്നത് നിശ്ചയിച്ചിട്ടില്ല. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, UDF കൺവീനർ അടൂർ പ്രകാശ് എന്നിവരെല്ലാം കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഉണ്ടാകും. സണ്ണി ജോസഫ് ഉച്ചയോടെ കണ്ണൂരിലേക്ക് മടങ്ങും. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും KPCC ആസ്ഥാനത്തുണ്ടാകും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചൊവ്വാഴ്ച ചേരും. കണ്ണൂരിൽ തങ്ങുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൊവ്വാഴ്ച തിരുവനന്തപുരത്തെത്തും. അന്ന് അവസാന മന്ത്രിസഭാ യോഗവും നിശ്ചയിച്ചിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി MA ബേബി ഡൽഹിയിലാണുള്ളത്. LDFന് വിജയം ഉറപ്പായാൽ അദ്ദേഹത്തിന്റെ കൂടി സാന്നിധ്യത്തിലാകും ചൊവ്വാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുക. നിയമവും കഴക്കൂട്ടവും ഉറപ്പായും ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. അതിനാൽ ആഘോഷിക്കാൻ അവരും തയ്യാറെടുപ്പിലാണ്. എന്തായാലും ലീഡ് നില മാറിമറിയുന്ന ഒരവസ്ഥയായിരുന്നു ആദ്യം മുതലേ കണ്ടത്. അതായത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയപ്പോൾ, പിന്നീട് EVM എണ്ണിയപ്പോഴാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ UDF മുന്നിട്ട് നിൽക്കുന്നത്. NDA 5 സീറ്റ് കടന്നിരിക്കുകയാണ്.